ചെറുപ്പക്കാരിലും പ്രായമായ ആളുകളിലും ഈ വെരിക്കോസ് വെയിൻ കാണാറുണ്ട്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പ്രഗ്നൻസിയിൽ ഈ വെരിക്കോസ് വെയിൻ വരും. അത് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ വല്ലാതെ കാലിനെ ബാധിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം ഞാൻ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം മെനോപോസൽ ഏജിലുള്ള സ്ത്രീകളാണ്. ഒരു മെനോപോസൽ ഏജിൽ എത്തുമ്പോൾ ഭൂരിഭാഗം സ്ത്രീകളുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് ജീവിതം ഇതോടുകൂടി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരെ കാലിൽ വേദനയും വീക്കും ഒക്കെ വരുമ്പോൾ അവരത് ശ്രദ്ധിക്കാതെ വിടും. കാര്യം എന്താ, പ്രായമായില്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഇതിനൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഹോർമോണിൽ വരുന്ന ഒരു വേരിയേഷനാണ്. ഈസ്ട്രജൻ ഹോർമോൺ സ്ത്രീകളുടെ ശരീരത്തിൽ ആ സമയത്ത് കുറയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് എന്താ പറ്റുന്നത്, നമ്മുടെ കാലിലുള്ള സിരകളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നത് ഈ ഒരു ഈസ്ട്രജൻ ഹോർമോണാണ്. അപ്പോൾ സാധാരണ നമ്മുടെ വെരിക്കോസ് വെയിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ, വാൽവ് വീക്കാവുകയും ബ്ലഡ് സർക്കുലേഷൻ താഴത്തേക്ക് വരികയും മുകളിലേക്ക് വരാതിരിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ രക്തം കാലിൽ വല്ലാതെ അങ്ങോട്ട് കെട്ടിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കെട്ടിക്കിടന്ന് കഴിയുമ്പോൾ കാലിൽ ഡിസ്കളറേഷൻസ് വരികയും വീക്കം വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ നടക്കാനായിട്ട് ബുദ്ധിമുട്ടും വല്ലാത്തൊരു വേദനയും എല്ലാം അനുഭവപ്പെടും. ഇപ്പോൾ ഒരു ഏജ് കഴിഞ്ഞ സ്ത്രീകൾ വെരിക്കോസ് വെയിൻ വരുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. ഇതിന് ചിട്ടയായ രീതിക്കുള്ള മരുന്നും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഡിസ്കളറേഷൻ മാറാനുള്ള ആപ്ലിക്കേഷൻസും പിന്നെ ബ്ലഡ് എടുത്ത് കളയുന്ന തരത്തിലുള്ള ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ വെരിക്കോസ് വെയിൻ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ പെട്ടെന്ന് മാറ്റം കിട്ടും. പക്ഷെ കുറച്ച് കൂടി കഴിഞ്ഞ ഒരു സ്റ്റേജിൽ പല പേഷ്യൻസും വരാറുണ്ട്. വെരിക്കോസിൽ അൾസറായിട്ട് അത് വല്ലാത്തൊരു വ്രണമായി പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാതെ ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത സ്റ്റേജിലുള്ള പേഷ്യൻസും വരാറുണ്ട്. അവർ കരുതും എൻ്റെ ജീവിതം ഇതോടുകൂടി തീർന്നു. ഒരു കാര്യം, നമുക്ക് മെനോപോസൽ ഏജായി, പിന്നെ ഈ വെരിക്കോസ് വെയിനും ഈ ഇഷ്യൂസ് ഒക്കെ വന്ന് ഇനി ഒരു രക്ഷയില്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അവരോടും ഞാൻ പറയാറുള്ളൊരു കാര്യം, ഹോർമോണൽ വേരിയേഷൻസ് വന്നു എന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഇതൊക്കെ നമ്മുടെ ലൈഫിലൊരു പ്രോസസ്സാണ്. കൃത്യമായ രീതിക്ക് നമ്മൾ മരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോർമോണൽ വേരിയേഷൻസ് കറക്റ്റ് ആക്കാനും വെരിക്കോസ് വെയിൻ പോലും നല്ല മാറ്റം കിട്ടാനുള്ള മരുന്നും ട്രീറ്റ്മെൻറ്റും ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലുണ്ട്.